റീഇൻട്രൊഡ്യൂസിങ് ഭാവന എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ചെയ്തതിൽ നിന്നും വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു റീ ഇൻവെന്റിങ് മൈസെൽഫ് എന്നുള്ള ഒരു സംഭവം എനിക്കും നല്ലതാണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത കുറെ ഇമോഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജേർണി എന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. ഇറ്റ്സ് എ ഗുഡ് ചാലഞ്ച്. വിഷ്ണു അഗസ്തി ആയിക്കോട്ടെ, ബിനു പപ്പും ഇദ്ദേഹത്തിൻ്റെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ അവരിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടോ? അവരൊക്കെ അടിപൊളിയാണെന്ന് മനസ്സിലായി. ഫസ്റ്റത്തെ ഇമേജ് എന്താ കാണിക്കുന്നത്? സിംഹം എന്താ ചെയ്യണത്? ഗർജിക്കുന്നു. കണ്ടോ? രാജമാണിക്യം ചിറക്. അത് ഡിവൈഡ് ചെയ്യാം. ഫ്രണ്ട്സ് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എവറി ഡീറ്റെയിൽസ് ഐ റിമെമ്പർ. ചിലപ്പോൾ ഒരു 10 വർഷം മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റ് ആണെങ്കിലും കറക്റ്റ് ഞാനിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ പറയും. കുറച്ചുകൂടി എനർജൈസ്ഡ് ആവുമെന്ന് തോന്നുന്ന വൺ ഓഫ് ദ മൂവീസ് ആണ് കിൽ ബിൽ. കിൽ ബിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് എത്ര കണ്ടാലും എനിക്ക് അതിൻ്റെ മ്യൂസിക്കും ഹൈ ആണ്, മേക്കിങ്ങും ഹൈ ആണ്. ആകാശിൻ്റെ കൂടെ ഇന്ന് ക്ലബ് എഫ് എമ്മിൽ അനോമിയിലെ സ്റ്റാർ കാസ്റ്റാണ്. വെൽക്കം ഭാവന, വെൽക്കം ഷെബിൻ ടു ക്ലബ് എഫ് എം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് 19th ഫിലിം അനോമിയിൽ റീഇൻട്രൊഡ്യൂസിങ് ഭാവന എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു ഭാവനയുടെ ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റുമോ? ആക്ച്വലി അത് തന്നെയാണ് നമ്മുടെ ഒരു ഉദ്ദേശം. കാരണം നമ്മൾ ഇതുവരെ ഞാൻ ചെയ്തതിൽ നിന്നും വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ചെയ്യാത്ത കുറേ സിമിലർ ക്യാരക്ടേഴ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ ട്രേറ്റ് ചിലപ്പോൾ സിമിലർ ആയിരിക്കും, പക്ഷെ അതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് ഒരു ക്യാരക്ടറാണ് സാറ ഫിലിം. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടും? ചലഞ്ചിങ് എന്തോരായിരുന്നു? ചലഞ്ചിങ് എന്ന് പറയാനായിട്ടുള്ള അങ്ങനെ അല്ല, പക്ഷെ അതൊരു ആസ് ആൻ ആക്ടർ അതൊരു ഗുഡ് ചാലഞ്ചാണ്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത കുറെ ഇമോഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജേർണി എന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. ഇറ്റ്സ് എ ഗുഡ് ചാലഞ്ച്. ഷൂട്ട് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ദിവസം എന്താണ് ഫീൽ ചെയ്തത്? ലാസ്റ്റ് ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും ഫുൾ കഴിഞ്ഞോ എന്നായിരുന്നു ഫീൽ ചെയ്തത്. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് പാച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻസ് ഒക്കെ തീർന്ന് പിന്നെ കുറച്ച് പാച്ച് ഷൂട്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഓവറോൾ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത ഒരു ഷൂട്ടാണ്. ഇറ്റ്സ് നോട്ട് ഇൻ ഭയങ്കര കളിചിരി ബഹള അങ്ങനത്തെ അല്ല, എങ്കിലും ഒരു വി ആർ ബീങ് എ പാർട്ട് ഓഫ് എ ഗുഡ് സിനിമ അല്ലെങ്കിൽ ഒരു ഗുഡ് മൂവി എന്നുള്ളൊരു ഫീൽ. ടീച്ചർ ഞാൻ കണ്ടിരുന്നു, നൈസ് ആയിരുന്നു. എൻ്റെ ഫ്രെയിംസ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ. സാറ ആൻഡ് സിയാൻ. ഞാനപ്പോൾ അനോമി എന്നാണ് ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കേട്ടൊരു പേരാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് റിസർച്ച് ചെയ്ത് നോക്കി എന്താണ് ഇതിൻ്റെ അർത്ഥം തന്നെ എന്നുള്ളത്. അപ്പോൾ ഒരു ആംഗിൾ പറയണത് ഏലിയനേറ്റഡ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ സൊസൈറ്റി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സിയാൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ പോസ്റ്ററും നേരത്തെ റിവീൽ ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടർ ചെയ്തപ്പോൾ മെൻ്റലി എത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പണി എടുക്കേണ്ടി വന്നു? ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് അങ്ങനെ ഭയങ്കര പ്രിപ്പയർ ഒന്നും എന്താ പറയുക നേരത്തെ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ സെറ്റ് വന്നു കഴിയുമ്പോൾ ഡയറക്ടറുണ്ട് റിയാസക്ക നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നല്ല രസമായിട്ട് പറഞ്ഞു തരും. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിലോട്ട് കുറച്ചുകൂടി. നമുക്ക് ഇതും വെച്ചുകൊണ്ട് കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതും വെച്ചുകൊണ്ട് എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആ സമയത്ത് പുള്ളിക്കാരൻ വന്ന് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത് ചെയ്യാൻ എനിക്ക് അദ്ദേഹം കുറേ ഹെൽപ്പ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഒരു പോസ്റ്ററാണ് ഞാൻ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ സിയാന്റെ പുറകെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് തോന്നിയത്. സിയാന്റെ പുറകെയാണോ ഈ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം പോണത്? സിയാനൊരു പാർട്ടാണ്, പക്ഷെ സിയാന്റെ മാത്രമല്ല, സിയാൻ ഒരു പാർട്ടാണ്. നമുക്ക് ആരെ വേണമെങ്കിൽ സംശയിക്കും. ഓക്കെ, ലൈക്ക് ഇപ്പോൾ ബാക്കി ആൾക്കാർ റഹ്മാൻ സാർ ഇതിൽ ഓടി നടന്ന് വെടിയൊക്കെ വെക്കണമെന്ന് കണ്ടായിരുന്നു. പുള്ളിയോടൊപ്പം വർക്ക് ചെയ്തിട്ട് ലൈക്ക് നിങ്ങളെല്ലാവരും സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും? എനിക്ക് ചെയ്തിട്ടില്ല. എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, ഒരുപാടില്ലെങ്കിലും. 19th ഫിലിമാണ് റീഇൻട്രൊഡ്യൂസിങ് ഭാവന. ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടർ നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു 40 to 50 ഫിലിംസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ കിട്ടുന്ന ഒരു അവസരമാണ് നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഭാവനയ്ക്ക് അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട്? ഭാവന ഒരു ചെയ്ത ഫിലിമിൽ നിന്ന് ആ ഫിലിം കണ്ടിട്ട് ഓക്കെ ഞാൻ എന്നെ തന്നെ ഒന്ന് റീഇൻട്രൊഡ്യൂസ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്? ഇതിൻ്റെ ഐഡിയ ആക്ച്വലി റിയാസിൻ്റെ ആയിരുന്നു, ഡയറക്ടർ റിയാസ് മാരാദ്. റിയാസാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടോ താൻ ചെയ്ത് വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണിത്. അപ്പോൾ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട്. ഞങ്ങൾക്കൊക്കെ ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സോ ഞങ്ങൾ റീഇൻട്രൊഡ്യൂസിങ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഞാനില്ല, എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം എനിക്കും ഒരു റീ ഇൻവെന്റിങ് മൈസെൽഫ് എന്നുള്ള ഒരു സംഭവം എനിക്കും നല്ലതാണ്. കാരണം കുറേ മൂവീസ് ഞാൻ കുറേ ഫിലിംസ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ എല്ലാത്തിലും കുറച്ച് ട്രേറ്റ്സ് സിമിലർ ആയിരിക്കും. കുറച്ച് ഫണ്ണി, കുറച്ച് ടോം ബോയ്സ് ആൻഡ് ബബ്ലി ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ നിന്ന് മാറിയാണ് ഒരു സാറ ഫിലിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കും ആസ് ആൻ ആർട്ടിസ്റ്റ് അതിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ചേഞ്ച് ആണത്.
അപ്പൊ അതുകൊണ്ട് ഈ റീഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു റീഇൻവെന്റിങ് മൈസെൽഫ് തന്നെയാണ്. ഈ അടുത്ത് എപ്പോഴെങ്കിലും ഭാവനയുടെ സ്വന്തം ഒരു സ്കില്ല് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സ്കില്ല് ഉണ്ടായിരുന്ന എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്കില്ല് റീഇൻവെന്റ് ചെയ്തായിരുന്ന ഉള്ളിൽ സ്വയം? അങ്ങനെ ഒരു സ്കില്ല് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു മറ്റൊരാള് ഒബ്സർവ് ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത്. അതിപ്പോ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ മീൻ എന്റെ ഫ്രണ്ട്സ് പറയുന്ന എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എവറി ഡീറ്റെയിൽസ് ഐ റിമെമ്പർ. പെട്ടെന്ന് അത് എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഒരു 10 വർഷം മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റ് ആണെങ്കിലും ഇപ്പൊ എന്റെ കുറെ ഫ്രണ്ട്സ് ശില്പ അമൃത അച്ഛനോട് ചോദിച്ചാൽ കാരണം കറക്റ്റ് ഞാനിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പറയും. അമൽ നീരദ് ഈ പടത്തിന്റെ പൂജയ്ക്കൊക്കെ വന്നായിരുന്നു തോന്നുന്നു. പിന്നെ പോസ്റ്ററൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ടീസറിന്റെ ലോഞ്ചിനും പോസ്റ്റേഴ്സ് ഒക്കെ പിന്നെ റിവീൽ ചെയ്തെന്ന് തോന്നുന്നു അമലേട്ടൻ. അപ്പോൾ അമലേട്ടൻ എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അമലേട്ടൻ ടീസറാണ് കണ്ടത്, ട്രെയിലറും കണ്ടു ആക്ച്വലി, ആൻഡ് ഹി വാസ് വെരി ഇംപ്രസ്ഡ്. ഭയങ്കര നല്ല എൻകറേജിങ് ആയിട്ടുള്ള കുറെ വേർഡ്സ് അമലേട്ടൻ പറഞ്ഞു. അമലേട്ടൻ ആക്ച്വലി അധികം അങ്ങനെ പ്രോഗ്രാംസിന് ഈവൻ സ്വന്തം പടത്തിന് പോലും അങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ വിളിച്ചപ്പോൾ ദാറ്റ് വാസ് സോ കൈൻഡ് ഓഫ് ഹിം. നമ്മൾ വിളിച്ച ഉടനെ ആള് റെഡി ഓക്കെ ആണെന്ന് പറഞ്ഞു. ആള് പറഞ്ഞു ഇങ്ങനെ പബ്ലിക് ഇവന്റ് അല്ലല്ലോ അല്ലേന്ന്. ഞാൻ ഇല്ലൊരു ചെറിയ പ്രൈവറ്റ് ഇവന്റ് ആണ്. അപ്പൊ അതിന് ഞങ്ങൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതായത് അമലേട്ടനെ പോലെ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അമലേട്ടന്റെ മൂവി വരുമ്പോൾ ഭയങ്കര വെയിറ്റിംഗ് ആണ്. സോ അമലേട്ടന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഐ മീൻ വിത്തൗട്ട് ഈവൻ ഹെസിറ്റേറ്റിംഗ് അപ്പൊ തന്നെ ഞാൻ വരാൻ ഭാവന എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ടീസർ ലോഞ്ചിനാണ് വന്നത്. അദ്ദേഹം ടീസർ കണ്ടു, ട്രെയിലർ കണ്ടു, ഭയങ്കര നല്ല ഫീഡ്ബാക്ക് ആണ് തന്നത്. അതൊരു ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. കാരണം ഒന്നാമത് ഞങ്ങൾ എല്ലാവരും ഹാർഡ് കോർ അമൽ നീരദ് ഫാൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അമലേട്ടന്റെ ഇത് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും രണ്ടുപേർക്കും വർക്ക് ചെയ്യാനുള്ള ലൈക്ക് ഇപ്പം മമ്മൂട്ടിയുടെ ഒപ്പമാണെങ്കിലും ഭീഷ്മപർവ്വത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ണൂർ സ്കൂളിലുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും മമ്മൂട്ടി എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ ടിപ്സ് തരാറുണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി ആ ഒരു പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ചെയ്യുന്ന പടങ്ങള് നമുക്ക് നോക്കിയാറല്ലോ, എല്ലാം അടിപൊളി പടങ്ങളല്ലേ. അതൊക്കെയാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത്. നല്ല നല്ല പടങ്ങളുടെ ഭാഗമാവുക, അങ്ങനത്തെ സ്ക്രിപ്റ്റ് സെലക്ഷൻ, അഭിനയിക്കുന്നതിന്റെ ഇത് രസമായിട്ടാണ്, ഭയങ്കര അടിപൊളിയല്ലേ. പിന്നെ അതൊക്കെയാണ് ടിപ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് പറഞ്ഞു തന്നിട്ടില്ല അല്ലെ? ഒബ്സർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. റീഇൻട്രൊഡ്യൂസിന്റെ കാര്യം പറഞ്ഞു. ഇനി കഴിഞ്ഞ വർഷം ഏറ്റവും തിയേറ്ററിൽ ഞാനടക്കം എല്ലാ മലയാളികളും എൻജോയ് ചെയ്തൊരു പടമാണ് ചോട്ട മുംബൈ റീ റിലീസ്. അതിന് പോയിരുന്നോ? ഞാൻ റീ റിലീസിന് പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. അതായത് ഇത്ര വർഷങ്ങൾക്ക് മുൻപ് വന്നൊരു മൂവി അതേ ഒരു അക്സെപ്റ്റൻസോടെ പിന്നെയും ആൾക്കാർ കാണുക, അത് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പൊ തിയേറ്ററിൽ പോയിട്ട് എനിക്ക് അന്നും കാണാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല. ഇല്ല, പക്ഷെ ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം. അതായത് തലേക്ക് അടിക്കുന്ന കയ്യടി തന്നെ അതേന്ന് കേൾക്കുമ്പോഴത്തേക്കിനും അടിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾ രണ്ടുപേരുടെയും ഒരു കംഫർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിലിം വിച്ച് മേക്സ് യു റിലാക്സ്. അത് കുറെ ലിസ്റ്റ് ഓഫ് ഫിലിംസ് ഉണ്ട് എനിക്ക്. പിന്നെ എനിക്കൊരു അതായത് വെറുതെ ഞാൻ റീവിസിറ്റ് ചെയ്യുന്ന കുറെ സീരീസ് ഉണ്ട്, കുറെ ഫിലിംസ് ഉണ്ട്. പിന്നെയും എനിക്ക് എത്ര വേണമെങ്കിലും കാണാം. ഞാൻ കുറച്ചുകൂടി എനർജൈസ്ഡ് ആവുമെന്ന് തോന്നുന്ന വൺ ഓഫ് ദ മൂവീസ് ആണ് കിൽ ബിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് എത്ര കണ്ടാലും എനിക്ക് അതിന്റെ മ്യൂസിക്കും ഹൈ ആണ്, മേക്കിങ്ങും ഹൈ ആണ്. സോ എപ്പോഴെങ്കിലും ഞാൻ കുറച്ചിങ്ങനെ ഡൗൺ ആകുമ്പോൾ പെട്ടെന്ന് എനിക്കൊന്ന് കിൽ ബിൽ കണ്ടേക്കാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. അതത്ര കംഫർട്ട് വാച്ച് ആയിരിക്കില്ല എല്ലാവർക്കും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിൽ ബിൽ. അത് എനിക്ക് എത്ര വേണമെങ്കിലും കാണാം. ക്വന്റിൻ ടാരാന്റിനോ മാജിക് ആണ്. പിന്നെ എനിക്ക് ഹിന്ദിയിൽ എനിക്ക് ഫാഷൻ അതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. ഫാഷൻ എനിക്ക് മലയാളത്തിൽ ഫീൽ ഗുഡ് ഫിലിംസ് കുറെ ഉണ്ട്. എപ്പോ വേണമെങ്കിലും എന്നാ കാണാല്ലേ എന്ന് പറയുന്ന കുറെ പടങ്ങളുണ്ട്. ഈ അടുത്ത് അങ്ങനെ ഫീൽ ഗുഡ് ആയിട്ട് റിലാക്സ് ആക്കിയ കംഫർട്ടബിൾ ആക്കിയ ഒരു ഫിലിം ഏതായിരിക്കും മലയാളത്തിൽ? എനിക്ക് തോന്നുന്നു ഇപ്പൊ മഴ പെയ്യുന്നു, മതളം കൊട്ടുന്നു കൈൻഡ് ഓഫ് സിനിമകളില്ലേ, അങ്ങനത്തെ കുറെ സിനിമകളുണ്ട്. പിന്നെ ഈ നാടോടിക്കാറ്റ്, പട്ടണ പ്രവേശം, അങ്ങനത്തെ കുറെ സിനിമകൾ, അഴകിയ രാവണൻ, നമ്മളിങ്ങനെ എപ്പോഴും പറഞ്ഞ് സംസാരിക്കുന്ന കോമഡികളുള്ള സിനിമകളില്ലേ, അത് മാനാർ മത്തായി സ്പീക്കിംഗ്, അങ്ങനത്തെ ഒക്കെ സിനിമകൾ, അതൊക്കെ എനിക്ക് എപ്പോ വേണമെങ്കിലും കാണാം. കന്നഡ ഫിലിംസ് ഞാൻ അങ്ങനെ റീവിസിറ്റ് ചെയ്യല് കുറവാണ്. കാരണം ഓഫ്കോഴ്സ് കാണാറുണ്ട്. അപ്പൊ ഞാൻ കുറെ കന്നഡ ഫിലിംസ് ഒക്കെ പിന്നെ ഇതാക്കുന്നതല്ലേ. പക്ഷെ അങ്ങനെ കാരണം നമ്മൾ കണ്ടു വളർന്ന സിനിമകൾക്കൊരു ഒരു പ്രത്യേകത ഉണ്ടാവും. കന്നഡ ഫിലിംസ് ഒക്കെ ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഞാൻ കണ്ടിട്ടുള്ളൂ. അത് എന്റെ ഫിലിംസ് കൂടുതൽ. എനിക്കങ്ങനെ റീവിസിറ്റ് ചെയ്യുന്ന പടങ്ങൾ കുറവാണ്. റീസെന്റ് കണ്ടതിൽ എനിക്ക് ഇഷ്ടമായ സിന്നേഴ്സ് എനിക്ക് ഇഷ്ടമായി. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഒരു ജോണർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സിനിമയിൽ? ഇല്ല, എനിക്ക് എല്ലാ ജോണറും ഇഷ്ടം. എല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
ഇനി അഭിനയത്തിൽ ഏതെങ്കിലും ജോണർ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം? എനിക്ക് ഡാർക്ക് കോമഡി കുറച്ച് ഇഷ്ടമുണ്ട്. പേഴ്സണലി ആക്ഷൻ, ഡാർക്ക് കോമഡി അങ്ങനത്തെ പടങ്ങളൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. ലൈക്ക് ഇൻവെസ്റ്റിഗേഷൻ ആണ് പടം, ത്രില്ലറാണ്. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് ക്ലൂസ് തരാം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അത് ഏത് സോങ് ആണെന്നുള്ളത് രണ്ടുപേരും കണ്ടുപിടിക്കണം. അതെ, പടമില്ല, സോങ് ആണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്ലൂ ഞാൻ കാണിക്കും, അത് കണ്ടിട്ട് ഷെബിൻ പറയണം ഏത് പാട്ടാണെന്നുള്ളത്. വിഷ്ണുവസ്തയല്ലേ? കണ്ണ്. ഓക്കെ, ഇതാണോ നെക്സ്റ്റ്. കൺമണി പൂവേ. കറക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ. ഇല്ല, ഇത് ഷെബിൻ ഞാൻ സിമ്പിൾ ആക്കി തരും, കുറച്ചും കൂടെ നമ്മുടെ ടൈപ്പ് ആയിരിക്കും. ഫസ്റ്റത്തെ ഇമേജ് എന്താ കാണിക്കുന്നത്? ഓക്കെ, അടുത്തത് സിംഹം എന്താ ചെയ്യണത്? സൗണ്ട് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, വെറുതെ. ഇല്ല, ഇതെന്തായാലും നീ കിട്ടും ഷെബിന്, ഇതെന്തായാലും കിട്ടും ബ്രോ, ഇതെന്തായാലും കിട്ടും. ഇത് കണ്ടുപിടിക്കണം. ഇല്ല, ആ ക്യാരക്ടർ. പിന്നെ അടുത്തത് എന്താണ്? അല്ല, ചിറക്. ഇത് രാജമണിയല്ലേ? അതെനിക്ക് മനസ്സിലായി. ആ സിനിമയുടെ പേര് അത് തന്നെ. അത് ഡിവൈഡ് ചെയ്യാ. എന്താ പൊന്നോ, മനസ്സിലായില്ല. എനിക്ക് ഇതായിരുന്നു ജോലി കിട്ടുണ്ടായിരുന്നൊക്കെ. മനസ്സിലായില്ലേ? ഓ മൈ ഗോഡ്, 3 ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ ഭാവനെ കുറിച്ച് ടഫാക്കാം. ശരി, ഓ കഴിഞ്ഞില്ലേ? ഞാൻ വെച്ചു ഞങ്ങൾക്ക് എന്റെ അമ്മ അവരുടെ എക്സ്പ്രഷൻ നോക്കിയിട്ട് വേണം അത് ഡീകോഡ് ചെയ്യാൻ. പാട്ട് തന്നെയാണ്. പാട്ട് തന്നെ. അവരുടെ ഫേസ് രണ്ടുപേരും എക്സ്പ്രഷൻ എന്താ? സന്തോഷം. അതിന്റെ വേറെ സന്തോഷ ജന്മദിനാശംസ. അല്ലല്ല, ഇത് ഭാവന അല്ല, അഭിനയിച്ചൊരു പടം കൂടെയാണ് അതിന്റെ ഒരു ക്ലൂ. യെസ്, ആ പാട്ട് സന്തോഷം. അതിന്റെ ഓൾട്ടർനേറ്റീവ് ചിരി. യെസ്, ഫസ്റ്റ് അത് ചിരിയോ ഒരു ബർത്ത്ഡേ കേക്ക് ഒക്കെ വെച്ചാൽ സന്തോഷ ജന്മദിനം. ഇത് ചിരിച്ചിരിയോ. ഞാനിത് മറ്റേ അപ്പുറത്തേക്കും ബാബാന്ന് കാലോചിച്ചു. കൊള്ളാട്ടോ, ക്രിയേറ്റീവ് അല്ലേ? പിന്നെ അല്ല, ഞാൻ മമ്മൂക്ക ലാലൻ ഒരുമിച്ച് ഞാൻ ഒരു ഹരികൃഷ്ണൻസ് എങ്ങാനും. അല്ലല്ല, അതിന്റെ ട്രിക്ക് ആയിരുന്നു. സിമ്പിൾ ആക്കി തരാം. ഇത് ലാസ്റ്റ് ആണ്. ലാസ്റ്റ്. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. പുസ്തകം. യെസ്, പുസ്തകത്തിന്റെ ഭാഗം ഏതാണ്? പേജ്. ആ ഇമേജ് എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഇമേജ് എന്താ പറയണത്? തുറന്നിരിക്കുന്നത്. ഇതാണ് എന്താ? ആ പേജിന് എന്ത് പറ്റി? കീറി. അപ്പൊ എന്താ ഈ ഇടയ്ക്ക് എന്തോ ഇറങ്ങിയ പാട്ടല്ലേ? യെസ്, കീറി. അതിന് മുമ്പ് വരുന്നുണ്ട്. ബുക്കിന്റെ ഏത് ഭാഗമാണെന്നുള്ളത് മനസ്സിലായോ? ബുക്കിന്റെ ഒരു നടുഭാഗമാണ്. നടു പേജ് കീറി അല്ലേ? അങ്ങനെ പാട്ടായിട്ടുണ്ട്. ഇത്രയും ഉത്തരം പറഞ്ഞപ്പോ ഇത് ഭാവന പറയുന്നു. ഒരെണ്ണെങ്കിലും ഞാൻ പറഞ്ഞു. സ്കോട്ട്. അടുത്തൊരു റൗണ്ടിലേക്ക് പോയാലോ? അടുത്ത റൗണ്ടോ? അത് ഫോട്ടോ അല്ല, നിങ്ങളോട് തന്നെ ചോദിക്കാം. ഇൻവെസ്റ്റിഗേഷൻ തന്നെയല്ലേ? രണ്ടുപേര് അവരെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറയണം. അപ്പൊ റൗണ്ട് എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭാവനയുടെ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പേര് പറയും. അത് ഇത് സിനിമയിലായിരുന്നുള്ളത് ഗസ് ചെയ്യണം ഷെബിൻ. ഏഞ്ചൽ. ഒരു ക്ലൂ കൊടുത്തോളൂ. അതെ, കൊച്ചി ബേസ് ചെയ്താണ്. ക്യാരക്ടർ പേരൊക്കെ, പക്ഷെ കഥാപാത്രം. അടുത്തത് ലീല. നരൻ. ഓക്കെ, പത്മ. ആ മുഖത്ത് നോക്കെ എനിക്ക് പേര് പെട്ടെന്ന്. പത്മ റീസെന്റ് മൂവി അല്ല? അല്ലല്ല, കുറച്ച് പഴയതാ, കുറച്ചധികം പഴയതാ. ഇത് ഫസ്റ്റ് പടം അല്ല? എന്റെ എല്ലാം മാറിപ്പോയി. ഞാൻ ആദ്യത്തെ പടം സ്വപ്നക്കൂടാണെന്ന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ഭാവനയുടെ ഇതാണ്. ഓക്കെ, മദൻ മോഹൻ എന്നുള്ളൊരു ക്യാരക്ടർ. അത് ഏത് സിനിമയിലാണ്? മദൻ മോഹൻ. ക്ലൂ വേണോ? പൊന്നിന്റെ വേറെ വാക്കാണ്. ഇടുക്കി ഗോൾഡ്. യെസ്, ഞാൻ അതാ വിചാരിച്ച. പക്ഷെ ഇടുക്കി ഗോൾഡിൽ പെട്ടെന്ന് ഇവന്റെ ഒരു അപ്പിയറൻസ് അലച്ചപ്പോ ഒരിക്കലും മദൻ. ഓക്കെ, അടുത്തത് ഏബൽ. ഷെബിൻ തന്നെ മറന്നു. ഇല്ല, ക്ലൂ വേണം. നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു. കണ്ണൂർ സ്ക്വാഡ് അല്ല, ഭീഷ്മപർവം. യെസ്. ഓക്കെ, അപ്പം ബാക്കി ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വിഷ്ണു അഗസ്തി ആയിക്കോട്ടെ, ബിനു പപ്പും ഇദ്ദേഹത്തിൻ്റെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ അവരിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടോ? അവരൊക്കെ അടിപൊളിയാണെന്ന്. എന്തെങ്കിലും അവരിൽ നിന്ന് ഒബ്സർവ് ചെയ്ത ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടോ? സെറ്റിൽ എപ്പോഴെങ്കിലും അനോമി ഫിലിമിന്റെ സെറ്റിൽ വെച്ച് എന്തെങ്കിലും ഒബ്സർവ് ചെയ്തായിരുന്നോ? റമനിക്കൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് അവര് ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. സ്വിച്ച് ഇട്ട പോലെയൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ സ്വിച്ച് ഇട്ട പോലെ എൻ്റെ അടുത്ത് തമാശയൊക്കെ പറഞ്ഞിരിക്കും. ആള് പെട്ടെന്ന് ക്യാരക്ടറാവും. അതൊക്കെ ഇവരുടെ എക്സ്പീരിയൻസിൽ നിന്നുണ്ടാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഭാവനിൽ നിന്ന് പഠിച്ച കാര്യം എന്തെങ്കിലും ഉണ്ടോ? ആള് ഇല്ല, ചേച്ചി ഭയങ്കര എന്താ പറയാ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ. എന്താ പറയാ സീൻസ് ഒക്കെ വരുമ്പോഴാണെങ്കിൽ അത് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ ഭയങ്കര ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഭയങ്കര ചിരിച്ച് കളിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരാള്. പക്ഷെ ക്യാരക്ടർ വരുമ്പോൾ അതിന് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. ആ മൊമെന്റിൽ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് അടിപൊളിയായിട്ട് ചെയ്യും. ആ ഒരു ഡെഡിക്കേഷൻ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഡയറക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ പുള്ളി ചില്ലായിരുന്നു? ചില്ലായിരുന്നു. ചിൽ ഇൻ ദ സെൻസ് നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഭയങ്കര അത് അദ്ദേഹം തന്നെ എഴുതി. അപ്പം ഒരു ഡയറക്ടറും റൈറ്ററും കൂടിയാണ്. അപ്പം റൈറ്റർ നമുക്ക് ഭയങ്കര രസമായിട്ടാണ് പറഞ്ഞു തരുന്നത്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് ഡീപ്പ് ലെവലിൽ അത് കേൾക്കുമ്പം നമ്മളും അത് ഈസിലി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഭയങ്കര രസമായിട്ടാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു രീതിയിലും അദ്ദേഹം ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടേ ഇല്ല. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര കോൺഫിഡൻസ് തന്നൊരു കാര്യമായിരുന്നു ഈ പടത്തിനെ കുറിച്ച്. ഒരു രീതിയിലും ഒരു ഏരിയയിലും മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഷൂട്ട് ചെയ്യുന്നതാണെങ്കിലും അത്യാവശ്യം ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. എൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നേരത്തെ പോസ്റ്ററിന്റെ കാര്യം പറഞ്ഞു. വെള്ളത്തിലെ ആ വെള്ളത്തിന്റെ അടിയിൽ ഷൂട്ട് ചെയ്യാൻ വി വെന്റ് ടു ബോംബെ. ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ള പൂളിൽ ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഷൂട്ട് ചെയ്യാം. അത് പോരാ, പക്കയായിട്ട് തന്നെ വേണം. അതിന് കുറച്ചുകൂടി ടെക്നിക്കൽ വൈസ് ഇവിടെ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലായിരുന്നു. ഇപ്പോൾ ബോംബെ പോയിട്ട് അതിനു വേണ്ടി ഒരു ഷെഡ്യൂൾ പോയി ഷൂട്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഡയറക്ടറാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇനിയും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ടേക്ക് കുറെ പോയായിരുന്നോ? അങ്ങനെ അധികം ടേക്സ് ചില സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും പോയിട്ടില്ല. നല്ല ക്ലാരിറ്റി ഉള്ള ആളാണ്. നമുക്കും ആ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ചെയ്യുന്ന സമയത്ത്. അധികം അങ്ങനെ ടേക്സ് പോയതായിട്ട് ഫീൽ ചെയ്യില്ല. ഭാവനക്കിലേക്ക് എങ്ങനെയുണ്ട് ഡയറക്ടറിന്റെ ഒരു അപ്രോച്ച്? നറേഷനും വൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്ടർ ആക്ച്വലി റിയാസ് നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാത്തിലും ഉണ്ടായിരുന്നു. റൈറ്റിങ്ങിലാണെങ്കിലും ഈവൻ നറേഷൻ, ഒരു സീൻ നമ്മൾ ചെയ്യേണ്ട കൺവിക്ഷൻ ആൾക്ക് ഭയങ്കര, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യണില്ല എന്നുള്ളതിൻ്റെ ഒരു കൺവിക്ഷൻ ആൾക്കുണ്ടായിരുന്നു. പിന്നെ ആ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യില്ല. അതിപ്പോൾ സമയമെടുത്താലും ശരിയില്ല എന്നുള്ള രീതിയിൽ നിൽക്കും. അതൊരു നദർ ക്വാളിറ്റി. ബിക്കോസ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആളുടെ ഒരു എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു വിഷൻ എന്താണോ അത് കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് വർക്കാവില്ല. ആ ഒരു സാധനത്തിൽ ആൾ ഉറച്ചു നിന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര റിസപ്റ്റീവാണ്. നമുക്ക് പറയാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ആളത് അങ്ങനെ കൺവിൻസിങ്, അല്ലെങ്കിൽ അത് എടുത്ത് അത് കൺവിൻസിങ് ആക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് തിരുത്താൻ, അങ്ങനെ ഉള്ളൊരു മനസ്സുള്ള ഒരാളാണ്. സോ അങ്ങനത്തെ ഡയറക്ടേഴ്സ് വരുമ്പോൾ തന്നെ ക്വാളിറ്റി സിനിമ ഒരുപാടുണ്ടാവും. സോ ഹി വാസ് റിയലി ഗുഡ് ടു വർക്ക് വിത്ത്. നല്ലായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നറേഷൻ ആയിക്കോട്ടെ ക്ലാരിറ്റിയോടാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഒരു ഡയറക്ടറും റൈറ്ററും കൂടെയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ പുള്ളിയുടെ ഉള്ളിലുള്ള ആക്ടറിനെ നിങ്ങൾ കണ്ടായിരുന്നോ? അല്ല, സീൻസ് ഒന്നും ചെയ്ത് കാണിച്ചു തരില്ല. പക്ഷെ അതൊരു ഇമോഷൻ എങ്ങനെ വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി വിഷമം വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ദേഷ്യം വേണം എന്നുള്ള രീതിയിലുള്ള മെഷർ നമുക്ക് തരുമായിരുന്നു. കാണിച്ചു തരാറുണ്ടായിരുന്നില്ല. ചില വാക്കുകളൊക്കെ യൂസ് ചെയ്യും. ആ വാക്കുകൾക്ക് നല്ല ഡെപ്ത് ഉണ്ടാവും. ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാവും കാര്യം. അങ്ങനത്തെ എഴുത്തുകാരന്റെ ആ ഒരു ഇതാണ്. പിന്നെ സൗണ്ട് ചെയ്തേക്കുന്നത് ഹർഷവർദ്ധൻ. അതെ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹർഷവർദ്ധൻ. പുള്ളിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് മലയാളത്തിൽ. അല്ല, ഫസ്റ്റ് മൂവിയാണ്. ഇതാണ് ഫസ്റ്റ് ഹർഷവർദ്ധൻ. അദ്ദേഹത്തിന്റെ മ്യൂസിക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾക്ക് എന്ത് തോന്നി? ടീച്ചർ കണ്ടിട്ട് നൈസായിട്ട് തോന്നി. നമ്മൾ ആനിമൽ കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ടാണ് ആളെ അപ്രോച്ച് ചെയ്തത്. ആള് പടം കട്ട്സ് കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ടാണ് മൂവി അഗ്രി ചെയ്തത്. ഒരു റൂമർ ഞാൻ കേട്ടായിരുന്നു, സിനിമ വൈസ് അല്ല, എപ്പോഴെങ്കിലും ഇനി ഭാവനയിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇലക്ഷനിൽ മത്സരിക്കുന്നത് കാണാൻ പറ്റുമോ? അത് എവിടെ നിന്ന് വന്നു എന്ന് പോലും എനിക്കറിയില്ല. ആ ന്യൂസിൽ യാതൊരു ഇതും ഇല്ല കേട്ടോ. ഞാൻ തന്നെ കണ്ടിട്ട് എന്നായിപ്പോയി ചിരി വരുമായിരുന്നു എനിക്ക്, സത്യം പറയാൻ. അത് എങ്ങനെ വന്നു എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോ ആക്ച്വലി ഇതിൽ വരുന്നതിന് മുമ്പ് അത് സ്റ്റോറി ഫേക്ക് ന്യൂസ് ആണെന്ന് കൊണ്ട് ഇട്ടിട്ടാ വന്നിരിക്കുന്നത്. ഞാനിപ്പോ അതാണ് പോസ്റ്റ് എടുത്തത്. അത് ഭയങ്കര കോമഡി ആയിപ്പോയി. അത് അനോമിയ പോയി, ഇനി സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു ഫോർ കമ്മിങ് ടു ക്ലബ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.